ഇബ്രാഹിം റൈസി ഹെലികോപ്റ്റർ അപകടത്തിൽ കൊല്ലപ്പെട്ട ശേഷം ഇറാന് പുതിയൊരു പ്രസിഡന്റ് ഉണ്ടായിരിക്കുന്നു. പരിഷ്കരണവാദിയായ മസൂദ് പെസഷ്കിയാൻ. ജനഹിതമനുസരിച്ച് ഇനി പെസഷ്കിയാൻ ഇറാനെ മുന്നോട്ട് നയിക്കും. ഇറാനിൽ വലിയൊരു മാറ്റത്തിനാണ് പെസഷ്കിയാൻ പദ്ധതിയിടുന്നതെന്നാണ് ലോകമാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത്. വിദേശകാര്യ നയങ്ങളിലടക്കം മാറ്റമുണ്ടാകും. ഇറാനിയൻ പരമോന്നത നേതാവ് ആയത്തുള്ള അൽ ഖമനേനിയിൽ നിർണായക സ്വാധീനം ചെലുത്താൻ പെസഷ്കിയാന് കഴിയുമെന്നും വിലയിരുത്തലുണ്ട്. നിലപാടുകളിൽ കടുപ്പക്കാരനായ യാഥാസ്ഥികവാദി സയ്യിദ് ജലീലിയെ തോൽപ്പിച്ചാണ് ഹൃദ്രോഗ വിദഗ്ധനും സർജനുമായ പെസഷ്കിയാൻ ഇറാന്റെ ഭരണ തലപ്പത്തേക്ക് എത്തിയത്. ദുർഘടമായ പാതയാണ് നമുക്ക് മുന്നിലുള്ളതെന്ന് രാജ്യത്തോട് പെസഷ്കിയാൻ പറഞ്ഞതിൽ വലിയ അർത്ഥങ്ങളാണുള്ളതെന്നാണ് പൊതുവെയുള്ള വിലയിരുത്തൽ. തെരഞ്ഞെടുപ്പ് കഴിഞ്ഞു, ഇനി നമുക്ക് ഒന്നിച്ച് പ്രവർത്തിക്കാനുള്ള അവസരമാണ്. കാര്യങ്ങൾ അത്ര എളുപ്പമല്ല. ജനങ്ങളുടെ സഹകരണമുണ്ടെങ്കിലേ എല്ലാം സുഗമമാകൂ. ജനങ്ങളെ താൻ ഉപേക്ഷിക്കില്ല, ജനങ്ങളും തന്നെ ഉപേക്ഷിക്കില്ലെന്ന് കരുതുന്നു. ഇതായിരുന്നു പ്രസിഡന്റായി തെരഞ്ഞെടുക്കപ്പെട്ട ശേഷം ഇറാനിയൻ ജനതയോട് പെസഷ്കിയാൻ എക്സിലൂടെ പറഞ്ഞത്. ഇറാനിൽ പെസഷ്കിയാൻ സൃഷ്ടിക്കുമെന്ന് കരുതപ്പെടുന്ന വലിയ മാറ്റം രാജ്യത്തെ നിർബന്ധിത ശിരോവസ്ത്ര നിയമം എടുത്തുമാറ്റുമെന്നതാണ്. ഇതു സംബന്ധിച്ച് സൂചനകളൊന്നും പെസഷ്കിയാൻ ഇതുവരെ നൽകിയിട്ടില്ലെങ്കിലും അതാണ് ഇറാനെ ഉറ്റുനോക്കുന്ന രാജ്യാന്തര നിരീക്ഷകർ പ്രതീക്ഷിക്കുന്നത്. ഇറാനിലെ ഷിയ ഭരണക്രമത്തിൽ മറ്റു വലിയ മാറ്റങ്ങളൊന്നും നടപ്പാക്കാനും ഇടയില്ല. എന്നാൽ വിദേശകാര്യ നയത്തിൽ വലിയ മാറ്റങ്ങളുണ്ടാകും. 2015 ആണവ കരാറുമായി ബന്ധപ്പെട്ട് ലോകവുമായി ഇറാൻ എന്നും സംഘട്ടനത്തിലാണ്. ഇതിനൊരു പരിഹാരമുണ്ടാക്കാനുള്ള ശ്രമങ്ങൾ പെസഷ്കിയാന്റെ ഭാഗത്ത് നിന്നുണ്ടാകുമോ എന്ന ചോദ്യമാണ് ഇക്കാര്യത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ടത്. ലോകശക്തികളുമായി ആണവ കരാർ കാര്യത്തിൽ നിർത്തിവെച്ച ചർച്ചകൾ പുനരാരംഭിക്കാൻ സാധിച്ചാൽ തന്നെ അത് വലിയ മുന്നേറ്റമാകും. ആണവ ശക്തി എന്ന നിലയിൽ ഇറാന്റെ ഓരോ നീക്കങ്ങളും, പ്രത്യേകിച്ച് ഇനി പെസഷ്കിയാൻ എടുക്കുന്ന ഓരോ നിലപാടുകളും അതുകൊണ്ട് തന്നെ അമേരിക്കയും ബ്രിട്ടനും അടങ്ങുന്ന ലോകശക്തികൾക്ക് നിർണായകമാണ്. മൊത്തത്തിലുള്ള വിലയിരുത്തൽ അനുസരിച്ച് പാശ്ചാത്യ ലോകവുമായി ഇറാനെ നല്ല ബന്ധത്തിലെത്തിക്കാൻ പെസഷ്കിയാന് കഴിയുമെന്ന് റോയിട്ടേഴ്സ് റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഇറാന്റെ ഇനിയുള്ള വിദേശ നയങ്ങൾ നിർണായകമാകുന്നത് ഇപ്പോഴത്തെ ലോക സാഹചര്യത്തിൽ കൂടിയാണ്. ഗാസയിൽ ഇസ്രായേലിന്റെ യുദ്ധം തുടരുകയാണ്. ഇത് പശ്ചിമേഷ്യൻ രാഷ്ട്രീയം കലുഷിതമാക്കുന്നുണ്ട്. വർഷം 1.5 കഴിഞ്ഞിട്ടും പരിഹാരമൊന്നും ആർക്കും നിർദ്ദേശിക്കാൻ കഴിയുന്നില്ല. ഇതിനിടയിൽ ഇറാന്റെ പിന്തുണയുള്ള ലബനോണിലെ ഹിസ്ബുള്ളയുമായും ഇസ്രായേൽ സംഘർഷപാതയിലാണ്. ഇനി തീരുമാനം പെസഷ്കിയാന്റെ ആശയത്തിലാണ്. ഹിസ്ബുള്ളയും ഇസ്രായേലുമായുള്ള സംഘർഷം കടുത്താൽ അത് യുദ്ധത്തിലെത്താൻ ഒട്ടും അമാന്തമുണ്ടാകില്ല. അതുകൊണ്ട് പെസഷ്കിയാൻ എടുക്കുന്ന നിലപാട് അത്യന്തം ഗൗരവമുള്ളതാകും. പരിഷ്കരണവാദിയായ പെസഷ്കിയാൻ പ്രസിഡന്റ് ആയെങ്കിലും ഇറാനിൽ ഭൂരിപക്ഷം ഇപ്പോഴും കടുംപിടുത്തക്കാരായ യാഥാസ്ഥികവാദികൾക്കു തന്നെയാണെന്നത് യാഥാർത്ഥ്യമാണ്. അതുകൊണ്ട് തന്നെ പല കാര്യങ്ങളിലും പരിഷ്കരണത്തിന് പെസഷ്കിയാൻ ഇറങ്ങിത്തിരിച്ചാലും അത് അടിമുടിയുള്ള മാറ്റത്തിന് വഴി തുറക്കില്ലെന്നുറപ്പാണ്. അത് വിദേശ കാര്യങ്ങളിലായാലും ആഭ്യന്തര കാര്യങ്ങളിലായാലും എല്ലാം ഒരുപോലെ തന്നെയായിരിക്കും. ദശകങ്ങളായി ഇന്ത്യയുമായുള്ള അഭേദ്യമായ ബന്ധമാണ് ഇറാനുള്ളത്. അതുകൊണ്ട് തന്നെ ഇന്ത്യക്കും നിർണായകമാണ് പെസഷ്കിയാന്റെ ഭരണ പരിഷ്കരണങ്ങളും നയങ്ങളും. ഇറാന്റെ വ്യാപാര പങ്കാളികളിൽ പ്രധാനികളാണ് ഇന്ത്യ. മറ്റുള്ള രാജ്യങ്ങൾ ചൈനയും UAEയും ഇറാഖും തുർക്കിയുമാണ്. അപ്പോൾ തന്നെ മനസ്സിലാകും പാശ്ചാത്യ ലോകത്തിന്റെ കണ്ണിലെ കരടായ ഇറാന് എത്രമാത്രം പ്രാധാന്യമാണ് ഇന്ത്യ എന്ന കാര്യം. ഇന്ത്യയെ സംബന്ധിച്ച് ക്രൂഡ് ഓയിലിന്റെ പ്രധാന സ്രോതസ് ഇറാൻ ആയിരുന്ന ഒരു കാലമുണ്ടായിരുന്നു. ഇറാനെതിരെ അമേരിക്കയുടെ ഉപരോധം വന്ന ശേഷം ഇപ്പോൾ ഇന്ത്യ വൻതോതിൽ എണ്ണ വാങ്ങുന്നത് റഷ്യയിൽ നിന്നാണ്. ആണവ തർക്ക വിഷയത്തിൽ പെസഷ്കിയാൻ ക്രിയാത്മകമായ ചർച്ചകൾക്കും പരിഹാരത്തിനും വഴിയൊരുക്കിയാൽ ഇറാനിൽ നിന്നുള്ള എണ്ണ വീണ്ടും വൻതോതിൽ ഇന്ത്യ വാങ്ങുന്നതിന് സാധ്യതയേറും. ഇന്ത്യയെ സംബന്ധിച്ച് അത്തരമൊരു വാതിൽ അടഞ്ഞിട്ടില്ലെന്നതും ശ്രദ്ധേയമാണ്. ഇന്ത്യക്ക് ഇപ്പോഴത്തേതിലും കുറഞ്ഞ വിലയിൽ ക്രൂഡ് ഓയിൽ ലഭിക്കുകയും ചെയ്യും. 2023 ഇന്ത്യയും ഇറാനും തമ്മിലുള്ള എണ്ണ വ്യാപാരം മുൻ വർഷങ്ങളെ അപേക്ഷിച്ച് 26% കുറഞ്ഞിരുന്നു. അതായത് ഇന്ത്യയുടെ കണക്കനുസരിച്ച് 2022 $2,499 ശതകോടി എണ്ണ ഇന്ത്യ വാങ്ങിയ സ്ഥാനത്ത് 2023 ഉണ്ടായ ഇടപാട് $1,836 ശതകോടി മാത്രമായിരുന്നു. മറ്റൊരു വശത്ത് ഇന്ത്യയും ഇറാനും തമ്മിലുള്ള ബന്ധത്തിൽ നിർണായകമാവുകയാണ് രാജ്യാന്തര തെക്ക് വടക്ക് ഗതാഗത ഇടനാഴിയും ചബഹർ തുറമുഖവും. കഴിഞ്ഞ മെയ്യിലാണ് തുറമുഖത്തിന്റെ 10 വർഷത്തേക്കുള്ള വികസനവും നടത്തിപ്പും സംബന്ധിച്ചുള്ള ഇന്ത്യയും ഇറാനും തമ്മിലുള്ള കരാർ നിലവിൽ വന്നത്. അമേരിക്ക ഇക്കാര്യത്തിൽ കടുത്ത എതിർപ്പുയർത്തിയിട്ടും ഇറാനുമായുള്ള ധാരണയിൽ ഇന്ത്യ ഉറച്ചു നിൽക്കുകയായിരുന്നു.
പാകിസ്ഥാനെ സ്പർശിക്കാതെ മധ്യേഷ്യൻ രാജ്യങ്ങളിലേക്കുള്ള വാണിജ്യ ബന്ധം ശക്തിപ്പെടുത്താൻ ഇന്ത്യയെ സഹായിക്കുന്നതാണ് ചബഹർ തുറമുഖം എന്നത് തന്നെയാണ് ഇന്ത്യയുടെ വലിയ താല്പര്യം. ഇറാനിലൂടെ കടന്നുപോകുന്ന 7200 കിലോമീറ്റർ ദൈർഘ്യമുള്ള രാജ്യാന്തര തെക്ക് വടക്ക് ഗതാഗത ഇടനാഴി ഇന്ത്യക്കും റഷ്യക്കുമിടയിൽ തുറന്ന പുതിയ വികസന പാതയാണ്. ഇന്ത്യക്കും ഇറാനും ഈ പാതയിൽ പ്രതീക്ഷയേറെയാണ്. ഇറാനും റഷ്യയും തമ്മിലുള്ള ബന്ധവും അത്രമേൽ ദൃഢമാണ് എന്നത് തന്നെ ഒരു കാരണം. ഇന്ത്യക്കും ഇറാനും റഷ്യക്കും ലോകവുമായുള്ള വാണിജ്യ ഊർജ്ജ ബന്ധം സുരക്ഷിതവും സുസ്ഥിരവുമാക്കുന്നതിന് വഴിയൊരുക്കുന്നതായിരിക്കും അതിനാൽ തന്നെ ഈ രാജ്യാന്തര ഇടനാഴി. ഇതെല്ലാമാണ് പെസഷ്കിയാൻ ഇറാന്റെ തലപ്പത്തെത്തുമ്പോൾ ഇന്ത്യയെ സംബന്ധിച്ച് നിർണായകമാകുന്നത്. ഇന്ത്യയുമായുള്ള സാമ്പത്തിക സഹകരണം മെച്ചപ്പെടുത്താനും ഇറാൻ ആഗ്രഹിക്കുമെന്നു ഉറപ്പാണ്. പെസഷ്കിയാന്റെ വിജയത്തെ അനുമോദിച്ചുകൊണ്ട് പ്രധാനമന്ത്രി നരേന്ദ്രമോദി എക്സിൽ കുറിച്ചതും നല്ല ബന്ധം സൃഷ്ടിക്കാൻ ആഗ്രഹിക്കുന്നു എന്നതാണ്. ഇസ്രായേൽ ഹമാസ് യുദ്ധവും പശ്ചിമേഷ്യൻ പ്രശ്നങ്ങളുമെല്ലാം നിലനിൽക്കുമ്പോൾ പെസഷ്കിയാനുമായി ചേർന്ന് ഇന്ത്യ നയതന്ത്ര, രാഷ്ട്രീയ, വാണിജ്യ തലങ്ങൾ കൂടുതൽ സ്വരച്ചേർച്ചയോടെയുള്ള നീക്കങ്ങളായിരിക്കും ഒന്നിച്ചു നടത്തുകയെന്ന് വേണം നമുക്ക് പ്രതീക്ഷിക്കാൻ.